ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകനാണ്. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. പാതിരാത്രി നടു റോഡിൽ കാറിട്ട് അട്ടഹാസം നടത്തുകയും ഒരു കോൺഗ്രസ് നേതാവിന്റെ കാറിലിട്ട് ഇടിക്കുകയും ഒക്കെ ചെയ്ത അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. സൈജു കുറുപ്പും ഷൈൻ ടോം ചാക്കോയും ഒക്കെ ഉണ്ടെങ്കിലും ഈ സുരേഷ് ഗോപിയുടെ മകനും ആണ് പ്രധാന റോളുകളിൽ വരുന്ന അംഗമട്ടഹാസം. പടം പോക്ക ആദ്യ ഷോയ്ക്ക് തന്നെ ഹോൾഡ് ഓവറായി. ഗോകുലല്ല, ഇനി ഏത് കൊച്ചിരാമ എടുത്താലും ആദ്യ ഷോയ്ക്ക് ഹോൾഡ് ഓവറായി. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. നിർമ്മാതാവ് ആ ചിത്രത്തിൽ അഭിനയിച്ച 10 പേർ അറിയുന്ന സൈജു കുറുപ്പ്, ഷൈൻ ടോം ചാക്കോ മുതലായവരെ എന്താ പത്രസമ്മേളനത്തിൽ കൊണ്ടിരുത്തിയത് കാണാൻ പറ്റാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പകരം പണ്ടേ ദുർബല, കൂടെ ഗർഭിണിയും എന്ന് പറഞ്ഞ കണക്കുള്ള മന്ത്രിപുത്രനെ കൊണ്ടിരുത്തി അവന്റെ എന്താ പറയാ ഒരു അവിഞ്ഞ ന്യായവാദങ്ങൾ നിരത്തി കൂടുതൽ വെറുപ്പിക്കണ്ടായിരുന്നു നിർമ്മാതാക്കൾ എന്ന് ഞാൻ പറയും. ആരെയും ഒട്ടും ആകർഷിക്കാനാകാത്ത സംഭാഷണ ശൈലിയും ഞാൻ എന്തോ ഭയങ്കരനാണെന്ന സ്വയം വിലയിരുത്തലും. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. സുരേഷ് ഗോപിയുടെ മകനാണ് ഞാനെന്ന ദാർഢ്യഭാവവും ഒക്കെ ഈ പയ്യനെ പത്രസമ്മേളനത്തിൽ കൊണ്ടിരുത്തുന്നത് ഗുണത്തെക്കാൾ ദോഷമേ ചെയ്യൂ എന്ന് ചിന്തിക്കണമായിരുന്നു ഇതിന്റെ നിർമ്മാതാക്കൾ. തെറ്റെന്റെ ഭാഗത്താ. എന്നോട് ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ദേഷ്യം ആ പയ്യനോ അവന്റെ അച്ഛനോ തോന്നുകയാണെങ്കിൽ എനിക്ക് പുല്ലേ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. നീ ഇങ്ങോട്ട് മാറി നിന്നേ, നിന്നെ ഒന്ന് വൃത്തിയായിട്ട് കാണട്ടെ.